ഇതിനെക്കാട്ടി കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഈ ലോകത്ത് തന്നെ ഉണ്ടാവോ? ഉണ്ടാവൂല. അതങ്ങനെ തന്നെയല്ലേ. അതിപ്പോ എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിൽ വന്ന ഉമ്മാന്റെ മാക്സി ഇടല അത് നിർബന്ധ. ഇതിപ്പോ ഞാൻ മാത്രമാണോ ഇങ്ങനെ, അത് നിങ്ങൾ എല്ലാരും ഇങ്ങനെയാണോ? ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഒന്ന് കിടന്നുറങ്ങാനാ, പക്ഷെ ഇവിടെ എത്തിയാലും ഞാൻ വേലക്കാരി ജാനു തന്നെയാ. ഈ ഡയലോഗ് എന്റെ ഉമ്മാനോട് പറഞ്ഞാൽ എന്റെ ഉമ്മ എന്താ പറയാന്നറിയോ? പിന്നെ എന്തിനാ ഞാൻ നിന്നെ നേഴ്സിംഗ് പഠിപ്പിച്ചെന്ന്. ഒരുവിധം എല്ലാ വീട്ടിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാ എന്റെ ഒരു ധാരണ. ആയിരിക്കും അല്ലേ എന്ന് വിചാരിച്ച് ആശ്വസിക്കുക. ബൈ ഇന്ന് ഉച്ചവരെ വലിയ പണിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ പണി, വൃത്തിയാക്കൽ. ഉച്ചയ്ക്ക് ശേഷം എന്റെ ഗ്രാജുവേഷന്റെ ഡ്രസ്സ് എടുക്കാൻ വേണം. എല്ലാ ആഴ്ചയും വീട്ടിൽ വന്ന ബെഡ്ഷീറ്റ് മാറ്റണം എനിക്ക്, അത് നിർബന്ധ. അതെന്താ അറിയില്ല, എല്ലാ ആഴ്ചയും ഇങ്ങനെ വേറെ വേറെ കളർ ബെഡ്ഷീറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഗ്രാജുവേഷന്റെ ഡ്രസ്സ് എന്തെടുക്കണം എന്നുള്ള ആലോചന ഞാൻ വല്ല സാരി ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചപ്പോഴാ എല്ലാരും സാരി, എന്നാ പിന്നെ ചുരിദാറാക്കാല്ലേ. ഈ ഗ്രാജുവേഷന്റെ ഡ്രസ്സ് എടുത്തിട്ട് വേണം എന്റെ ഉമ്മാക്ക് ഒരു വീട്ടുകൂടലിന് പോവാൻ. നിങ്ങളൊക്കെ നാട്ടില് വീട്ടുകൂടലിന് എന്താ പറയാ? നമ്മളെ വടയില് വീട്ടുകൂടലിന് മാത്രല്ല കേട്ടോ, പൊരേക്കൂടലെന്നും പറയും. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയത്, അറൗണ്ട് 400 അടുത്തേ ഉള്ളൂ, പക്ഷെ നല്ല ക്വാളിറ്റി കേട്ടോ. എന്റെ വീട് ഒരു കൊച്ചു വീടായതിനെ കൊണ്ട് തന്നെ ഒരു റൂമേ ഉള്ളൂ കേട്ടോ, നല്ല ഭംഗിയാ കാണാൻ. ഇത് നാടകം. ഇനിയിപ്പോ ഇവിടെ ക്ലീൻ ആക്കണം, എല്ലാം ക്ലീൻ ആക്കി ഞാനൊരു ക്ലീനിങ് മാസ്റ്റർ ആവും. സത്യം പറഞ്ഞാൽ എന്റെ വീട് ഒരുപാട് ക്ലീൻ ആക്കാനൊന്നും ഉണ്ടാവാറില്ല, എപ്പോഴും നല്ല വൃത്തിയോടെ തന്നെ ഉണ്ടാവാറ്. എന്നാലും ഡെയിലി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു സുഖമില്ലാന്നേ. കുറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ ഞാൻ എടുത്തുള്ളൂ. ഇതിപ്പോ എല്ലാ ജോലിയും ഞാനൊന്നും ചെയ്യണ്ട, കണ്ടോ എന്റെ ഉമ്മ ബാക്കി ചെയ്തോളൂ. ഉള്ള ജോലിയിൽ പകുതി പോലും ഞാൻ ചെയ്യുന്നില്ല, എന്നാലും നമ്മൾ ബിൽഡപ്പ് ഇടണ്ടേ, അതൊക്കെ അത്രയേ ഉള്ളൂ. ക്ലീനിങ് മാത്രല്ലല്ലോ, പള്ളേന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പോണ്ടേ, അപ്പൊ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഒരു ഈസി ഗോതമ്പ് ദോശ, അതാ ഇന്നത്തെ റെസിപ്പി. അതുണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും ദോശ ഒക്കെ ഉണ്ടാക്കി ഞാനൊക്കെ തിന്നിട്ട് വരാം. ബൈ, ചൂസ്.